വൺ ചർച്ച് വൺ കുർബാന എന്ന പേരിലുള്ള സത്യവിശ്വാസി കൂട്ടായ്മയുടെ നേതാക്കളിൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ സീറോ മലബാർ സഭയിലെ 9 മെത്രാന്മാരെ നേരിൽ കണ്ട് സഭയുടെ നീറുന്ന, പൊള്ളുന്ന, വിങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് വേദനയോടെ സംസാരിച്ചു. അവരുടെ പേര് വെളിപ്പെടുത്തേണ്ടതാണെങ്കിലും തൽക്കാലം അത് ചെയ്യുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. മെത്രാന്മാർ എന്തുകൊണ്ടാണ് ഇത്രയും നിസ്സംഗരും നിഷ്ക്രിയരുമായിരിക്കുന്നത് എന്ന് അവർ സങ്കടത്തോടെ അന്വേഷിച്ചു. ആർക്കും വ്യക്തമായ ഉത്തരം പറയാനില്ല. ഏറെ സമർത്ഥനും തന്ത്രശാലിയുമായ പാംബ്ലാനി എല്ലാ കാര്യങ്ങളും നേരെയാക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന പ്രതീക്ഷയിലാണ് അയാളെ മെട്രോപൊളിറ്റൻ വികാരിയായി തിരഞ്ഞെടുക്കാൻ കൂട്ടുനിന്നത് എന്നും അയാൾ ഇത്രയ്ക്ക് നശിപ്പിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല എന്നുമായിരുന്നു അവരുടെ എല്ലാം മറുപടി. അടുത്തടുത്ത് കിടക്കുന്ന പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ഇടുക്കി രൂപതകളിൽ നിന്ന് മാത്രം 24 മെത്രാന്മാർ ഉണ്ടായിരിക്കെ നിങ്ങൾ ഒറ്റക്കെട്ടായി സിനഡിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇതിത്രയും വഷളാകുമായിരുന്നില്ലല്ലോ എന്നവർ പറഞ്ഞപ്പോൾ അവർക്കൊന്നും മറുപടി പറയാനില്ലായിരുന്നു. കാരണം അവരും വിമത വൈദികരെ പോലെ തന്നെ ഒറ്റക്കെട്ടാണ്. അവർക്കുമുണ്ട് പല കാര്യങ്ങളും മുറുകെ പിടിക്കാനും ഒളിച്ചു വെക്കാനും. എന്നാൽ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ നല്ല പ്രചാരമുള്ള ഒരു നാട്ടു ചൊല്ലുണ്ട്. അത് അങ്ങനെ തന്നെ പറയാൻ ഇച്ചിരി മടിയുള്ളത് കൊണ്ട് അല്പം മിനുക്കി പറഞ്ഞാൽ, നാറിയോനെ ചുമന്നിട്ട് നാറിപ്പോയ അവസ്ഥയാണ് ഞങ്ങളുടേത് എന്നായിരുന്നു. രക്ഷിക്കാൻ വന്നിട്ട് നശിപ്പിക്കുകയും സിനഡിനെ നാറ്റിക്കുകയും ചെയ്ത പാംബ്ലാനിയുടെ ദുഷ്കൃത്യങ്ങൾ ഒന്ന് വിലയിരുത്തുകയാണ് കാനോനിക നിയമ പശ്ചാത്തലത്തിൽ. വാസ്തവത്തിൽ ആന്റണി കരിയൽ മെത്രാൻ അധികാരത്തിലിരുന്ന കാലത്താണ് ഇത് എഴുതിയതെങ്കിലും ഇത് പാംബ്ലാനിക്ക് കൂടി ബാധകമാണ്. മാത്രമല്ല, അന്നത്തെക്കാൾ കൂടുതൽ വഷളായ അവസ്ഥയിലേക്ക് ഈ സഭയെ കൊണ്ടുപോയത് പാംബ്ലാനിയുടെ ദുർവാശിയും അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ തന്നെയാണ്. സഭ ട്രിബ്യൂണൽ ജഡ്ജി ബഹുമാനപ്പെട്ട ജെയിംസ് പാമ്പാറച്ചന്റെ ഒരു ലേഖനമാണ് ഇതിന് ആധാരം. ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ആന്റണി കരിയൽ എന്ന മെത്രാനാണ്. അദ്ദേഹത്തിന്റെ ദുർഗതി തന്നെയാണ്, അദ്ദേഹത്തിന്റെ അതേ പാത തന്നെയാണ് പാംബ്ലാനിയും തുടരുന്നു. അതുകൊണ്ട് ഈ ലേഖനത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ട്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയും മെത്രാൻ സംഘത്തിന്റെ തലവനും ക്രിസ്തുവിന്റെ വികാരിയും സാർവത്രിക സഭയുടെ ഭൗമിക ഇടയനുമായ റോമിലെ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഭരണനിർവഹണം നടത്തുന്നത് റോമൻ കൂരിയ അഥവാ വത്തിക്കാൻ കാര്യാലയങ്ങൾ വഴിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പൗരസ്ത്യ തിരുസംഘം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ നാമത്തിൽ പൗരസ്ത്യ സഭകളെ ഭരിക്കുന്ന വത്തിക്കാനിലെ കാര്യാലയമാണ്. ആ കാര്യാലയത്തിന്റെ പ്രീഫെക്റ്റായ കർദിനാൾ ലിയനാർഡോ സാന്ദ്രി 2022 ഫെബ്രുവരി 28 സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പിന് അയച്ച കത്താണ് ഈ എഴുത്തിന് ആധാരം. ആ കത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ വികാരി എന്ന നിലയിൽ അതിരൂപതയ്ക്ക് മുഴുവനായി സീറോ മലബാർ സഭയുടെ പരിഷ്കരിച്ച വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിൽ നിന്ന് കൊടുത്ത ഒഴിവ്, ഡിസ്പെൻസേഷൻ തെറ്റാണെന്നും അതിനാൽ അത് അദ്ദേഹം തന്നെ തിരുത്തേണ്ടതാണെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മെട്രോപൊളിറ്റൻ വികാരിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ, അതായത് ഫാദർ ജെയിംസ് പാമ്പാറ, മുൻപൊരു ലേഖനത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. മെട്രോപൊളിറ്റൻ വികാരിക്ക് പൗരസ്ത്യ തിരുസംഘത്തിൽ നിന്ന് 2021 നവംബർ 26 ലഭിച്ച കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ വികാരി എന്ന നിലയിൽ 1538 കാനോന രൂപതാധികാരികൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ചില നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഒഴിവ് കൊടുക്കുവാനുള്ള അധികാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് സ്വയമായി ഉന്നതാധികാരികൾ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന രീതിയിൽ ഉത്തരവിറക്കുവാനും അത് ഒഴിവാണെന്ന് അവകാശപ്പെടാനും നിയമപരമായി സാധ്യമല്ല. നിയമാനുസരണത്തിൽ നിന്നുള്ള ഒഴിവ് അഥവാ ഡിസ്പെൻസേഷൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വ്യക്തികൾക്ക് ആ സാഹചര്യം നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം മാത്രം കൊടുക്കാനുള്ളതാണ്, അല്ലാതെ എന്നേക്കുമുള്ളതല്ല. നിയമം അനുസരിക്കാൻ തയ്യാറുള്ളവരെ നിയമാനുസരണത്തിൽ നിന്ന് വിലക്കുവാനുള്ളതല്ല. മെത്രാന്മാർ നിയമത്തിന് അതീതരല്ല. അവരും നിയമം അനുസരിക്കുകയും നിയമമനുസരിച്ച് ജീവിക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം സീറോ മലബാർ സഭയുടെ പരിഷ്കരിച്ച കുർബാനക്രമ സംബന്ധമായ നിയമങ്ങളുടെ അനുഷ്ഠാന വിധികളെ കാണുവാൻ. ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികൾ ഈ നിയമങ്ങൾ അനുഷ്ഠിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ നിയമങ്ങളിൽ ഏതെങ്കിലും അനുസരിക്കുവാൻ ഗൗരവമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെട്രോപൊളിറ്റൻ വികാരി ആ വ്യക്തിക്ക് ആ കാരണം നീണ്ടു നിൽക്കുന്ന കാലത്തോളം മാത്രം ആ നിയമത്തിന്റെ അനുസരണത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള പൗരസ്ത്യ തിരുസംഘത്തിന്റെ കത്ത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കൽപ്പന ഗൗരവതരമായ കാനോനിക നിയമങ്ങളുടെ ലംഘനമാണ്.
അത് 1464 കാനോനയിൽ പറഞ്ഞിരിക്കുന്ന അധികാര ദുർവിനിയോഗം എന്ന കുറ്റത്തിന്റെ ഗണത്തിൽ വരുന്നതാണ്. മെട്രോപൊളിറ്റൻ വികാരി കൊടുത്ത ഒഴിവ് തെറ്റാണെന്നും അത് തിരുത്തേണ്ടതാണെന്നും 2021 ഡിസംബർ 7-ാം തീയതി അദ്ദേഹത്തിന് അയച്ച കത്തിൽ പൗരസ്ത്യ തിരുസംഘം വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മെട്രോപൊളിറ്റൻ വികാരി അദ്ദേഹം കൊടുത്ത ഒഴിവും കൽപ്പനയും തിരുത്തേണ്ടതാണെന്നും അദ്ദേഹത്തിന് അയച്ച ഈ കത്ത് അദ്ദേഹം തന്നെ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണെന്നും വ്യക്തമായി നിർദ്ദേശിച്ചിട്ടും അദ്ദേഹം ആ നിർദ്ദേശം പാലിച്ചില്ല എന്ന് വ്യക്തം. അതിനാൽ പൗരസ്ത്യ തിരുസംഘം 2022 ജനുവരി 7-ാം തീയതി മെട്രോപൊളിറ്റൻ വികാരിക്ക് വീണ്ടും കത്തെഴുതുകയുണ്ടായി. എന്നാൽ അദ്ദേഹം 2021 നവംബർ 27-ാം തീയതി തന്റെ സർക്കുലറിലൂടെ നൽകിയ അനിശ്ചിതകാല പൊതു ഒഴിവ് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അതിനാൽ തന്നെ അത് തിരുത്തേണ്ടതാണ് എന്നും അറിയിച്ചുകൊണ്ടുള്ള ആ നിർദ്ദേശവും മെട്രോപൊളിറ്റൻ വികാരി നടപ്പിലാക്കിയില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം 2022 ഫെബ്രുവരി 28-ാം തീയതിയിലെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ കത്തിനെ വിശകലനം ചെയ്യുവാനും വിലയിരുത്തുവാനും. ഇത്തവണത്തെ കത്തിന് പഴയ 2 കത്തുകളിൽ നിന്ന് പ്രകടമായ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അതായത് ഈ കത്തിലെ ഉള്ളടക്കം മാർപ്പാപ്പ ഫെബ്രുവരി 10-ാം തീയതി നൽകിയ കൂടിക്കാഴ്ചയിൽ അംഗീകരിച്ചതാണെന്നുള്ള പ്രസ്താവനയാണ്. മാർപ്പാപ്പയുടെ അംഗീകാരത്തോടും അനുവാദത്തോടും കൂടിയാണ് താൻ ഈ പൊതു ഒഴിവ് കൊടുത്തത് എന്ന മെട്രോപൊളിറ്റൻ വികാരിയുടെ അവകാശവാദത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നതാണ് പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. മാർപ്പാപ്പ നേരിട്ട് അംഗീകരിക്കാത്ത വത്തിക്കാനിലെ ഏത് കാര്യാലയത്തിന്റെ ഏത് തീരുമാനത്തിനുമെതിരായി ആർക്കും വത്തിക്കാനിലെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂർ അപ്പസ്തോലിക്കയെ സമീപിക്കാൻ സാധിക്കും. എന്നാൽ മാർപ്പാപ്പ നേരിട്ട് അംഗീകരിച്ച പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ യാതൊരു അപ്പീലിനും സാധ്യതയില്ല. 2019 ഓഗസ്റ്റ് 30-ാം തീയതി മെട്രോപൊളിറ്റൻ വികാരിയെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരം ഏൽപ്പിച്ചത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ്. എന്നാൽ 2019 ഓഗസ്റ്റ് 29-ാം തീയതിയിലെ ഒരു കത്ത് വഴി പൗരസ്ത്യ തിരുസംഘം മെട്രോപൊളിറ്റൻ വികാരിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഴുവൻ ഭരണാധികാരവും നൽകുകയുണ്ടായി. അതനുസരിച്ച് മെട്രോപൊളിറ്റൻ വികാരിക്ക് എറണാകുളം അങ്കമാലി രൂപതാ ഭരണത്തിൽ രൂപതാ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ അംഗീകാരമോ അനുവാദമോ ആവശ്യമില്ലാതെ സ്വതന്ത്രമായി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള പ്രത്യേകം അധികാരം ലഭിച്ചിരുന്നു. എന്നാൽ 2022 ഫെബ്രുവരി 28-ാം തീയതിയിലെ കത്ത് വഴി പൗരസ്ത്യ തിരുസംഘം തന്നെ നേരത്തെ കൊടുത്തിരുന്ന ആ അനിയന്ത്രിത അധികാരത്തിന് കടിഞ്ഞാണിടുന്നതായിരുന്നു. ഇനി മുതൽ നിയമാനുഷ്ഠാനത്തിൽ നിന്ന് ഒഴിവ് കൊടുക്കുവാനുള്ള അധികാരം മെട്രോപൊളിറ്റൻ വികാരിക്ക് നിർവഹിക്കാൻ ഓരോ തവണയും രൂപതാ അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മെട്രോപൊളിറ്റൻ വികാരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ യഥാർത്ഥത്തിലുള്ള രൂപതാധ്യക്ഷനല്ല. പ്രത്യുത രൂപതാധ്യക്ഷന്റെ വികാരി എന്ന നിലയിൽ രൂപതാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ നാമത്തിൽ രൂപത ഭരിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ തന്നെ 1536-ലും 1538-ലും പ്രതിപാദിച്ചിരിക്കുന്ന ഒഴിവ് കൊടുക്കാനുള്ള അധികാരം മെട്രോപൊളിറ്റൻ വികാരിക്ക് യഥാർത്ഥ രൂപതാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഹിതത്തിന് വിപരീതമായി നടപ്പിലാക്കാനാവില്ല. കാരണം ആ കാനോനുകൾ ആ നിയമാനുഷ്ഠാനത്തിൽ നിന്ന് ഒഴിവ് കൊടുക്കാനുള്ള അധികാരം രൂപതാധ്യക്ഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മെട്രോപൊളിറ്റൻ വികാരി രൂപതാധ്യക്ഷനല്ല. തെറ്റുപറ്റുക മനുഷ്യ സഹജമാണ്. എന്നാൽ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തുക എന്നത് ഓരോ വ്യക്തിയുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. മാർപ്പാപ്പയുടെ നാമത്തിൽ പൗരസ്ത്യ തിരുസംഘം 3 തവണ തെറ്റ് തിരുത്തുവാൻ മെട്രോപൊളിറ്റൻ വികാരിയോട് ആവശ്യപ്പെട്ടിട്ടും ഈ ലേഖനം എഴുതുന്ന 2022 മാർച്ച് 14-ാം തീയതി വരെ അദ്ദേഹം തെറ്റ് തിരുത്തി പുതിയ സർക്കുലർ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല. തന്റെ തെറ്റ് തിരുത്തി സർക്കുലർ ഇറക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചതായി സീറോ മലബാർ സിനഡാനന്തരം മേജർ ആർച്ച് ബിഷപ്പ് പ്രസിദ്ധീകരിച്ച സർക്കുലറിലും വായിച്ചതാണ്. അദ്ദേഹം തെറ്റുതിരുത്തി പൊതു ഒഴിവ് പിൻവലിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയുടെ പുതിയ കുർബാനക്രമം അനുസരിച്ചുള്ള ബലിയർപ്പണം എത്രയും വേഗം സാധ്യതമാക്കുമെന്ന് പ്രത്യാശിക്കുന്നു. 2021 നവംബർ 27-ാം തീയതി തന്നെ മേജർ ആർച്ച് ബിഷപ്പ് തന്റെ സർക്കുലർ വഴി മെട്രോപൊളിറ്റൻ വികാരി നൽകിയ ഒഴിവ് നിയമപ്രാബല്യമുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ മെട്രോപൊളിറ്റൻ വികാരി അദ്ദേഹത്തിന്റെ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ പോലും നിയമപരമായി ആ വികാരിയുടെ ഉത്തരവ് അനുസരിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് കടമയില്ല എന്നതാണ് സത്യം. ഡിസ്പെൻസേഷൻ കൊടുക്കുവാൻ വേണ്ട നിബന്ധനകളും ഏത് സാഹചര്യത്തിൽ അത് നിയമവിരുദ്ധവും അസാധുവുമാകും എന്നും 1536-ാം കാനോനയുടെ 1-ാം ഖണ്ഡികയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡിസ്പെൻസേഷൻ അതായത് വെറും സഭാപരമായ നിയമത്തിൽ നിന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവ് നൽകുക ന്യായവും യുക്തവുമായ കാരണങ്ങളുള്ളപ്പോൾ മാത്രം വിഷയത്തിന്റെ സാഹചര്യങ്ങളും ഒഴിവ് നൽകപ്പെടേണ്ട നിയമത്തിന്റെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് നൽകപ്പെടാവുന്നതാണ്. മറിച്ചാണെങ്കിൽ ഒഴിവ് നൽകൽ നിയമവിരുദ്ധവും
നിയമദാതാവോ മേലധികാരിയോ അല്ല നൽകുന്നതെങ്കിൽ അസാധുവുമായിരിക്കും. എന്നാൽ 1538 കാനൂനിൽ രൂപതാധ്യക്ഷനും ഇങ്ങനെയുള്ള ഒഴിവ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മെട്രോപൊളിറ്റൻ വികാരി രൂപതാധ്യക്ഷനുമല്ല എന്നതാണ് വാസ്തവം. രൂപതാധ്യക്ഷനാണെങ്കിൽ പോലും പൊതു ഒഴിവ് സാധ്യമല്ല എന്നാണ് 1538 കാനോനയിൽ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് സാമാന്യഗതിയിൽ ഇങ്ങനെയുള്ള ഒഴിവ് കൊടുക്കാനുള്ള അധികാരവുമില്ല. അങ്ങനെയാണ് സ്വയംകൃത അനർത്ഥം കൊണ്ട് അദ്ദേഹത്തിന് അധികാരം കൈമോശം വന്നത്. കൊടുത്ത അധികാരി തന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് ആ അധികാരം. കൊടുത്തതും മാർപ്പാപ്പയുടെ അറിവോടുകൂടി, തിരിച്ചെടുത്തതും അതേ മാർപ്പാപ്പയുടെ അറിവോടും അംഗീകാരത്തോടും കൂടി. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മെട്രോപൊളിറ്റൻ വികാരിയായി ആന്റണി കരിയിൽ വന്നതോടുകൂടിയാണ്.